നമസ്കാരം. 2026 T20 ലോകകപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വന്നപ്പോൾ അപകടകാരികളായ താരങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും വന്നിരുന്നു. അതിൽ ഏറ്റവും മുൻപന്തിയിലുണ്ടായിരുന്ന താരമാണ് ലോക 1-ാം നമ്പർ T20 ബാറ്ററായ അഭിഷേക് ശർമ്മ. പാകിസ്ഥാന്റെ അന്തകനാകുമെന്ന് കരുതിയ താരം വീണ്ടും ആരാധകരെ നിരാശരാക്കിയിരിക്കുകയാണ്. പാകിസ്ഥാൻ പറഞ്ഞതുപോലെ തന്നെ അഭിഷേകിനെ ക്രീസിൽ അധികം നിർത്താതെ കൂടാരം കയറ്റി. അഭിഷേക് ശർമ്മയെ ഡക്കിന് പുറത്താക്കിയാണ് പാകിസ്ഥാൻ ഇന്ത്യയെ തുടക്കത്തിൽ ഞെട്ടിച്ചിരുന്നത്. അഭിമാന പോരാട്ടമായതിനാൽ തന്നെ ഒരുപാട് കണക്ക് കൂട്ടിയാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗിന് ഇറങ്ങിയത്. എന്നാൽ ഷഹീൻ ഷാ അഫ്രീദിയെ ഓപ്പണിംഗ് ബോളറായി പ്രതീക്ഷിച്ച ഇന്ത്യക്കായി മറ്റൊരു സർപ്രൈസാണ് പാകിസ്ഥാൻ ഒരുക്കി വച്ചിരുന്നത്. പാകിസ്ഥാൻ ക്യാപ്റ്റനായ സൽമാൻ ആഗെയാണ് ആദ്യം പന്തെറിയാനെത്തിയത്. കൊളംബോയിലെ സാഹചര്യം മുതലാക്കി സ്പിന്നിനെ പരിഗണിച്ച പാക് തന്ത്രം ശരിക്കും ഫലം കാണുകയായിരുന്നു. അഭിഷേകിനെ ആദ്യമേ തന്നെ വരിഞ്ഞു മുറുക്കാൻ ആഗയ്ക്ക് സാധിച്ചു. സമ്മർദ്ദത്തിലായ അഭിഷേക് ഓവറിലെ അവസാന പന്തിൽ വലിയ ഷോട്ടിന് മുതിർന്നെങ്കിലും കണക്ക് കൂട്ടൽ പിഴയ്ക്കുകയായിരുന്നു. ഇതോടെ ഷഹീൻ ഷാ അഫ്രീദിക്ക് ക്യാച്ച് നൽകി അഭിഷേക് പുറത്താവുകയും ചെയ്തു. ഈ ടൂർണമെന്റിലെ താരത്തിന്റെ രണ്ടാമത്തെ ഡക്ക്. അമേരിക്കയ്ക്കെതിരെ ഗോൾഡൻ ഡക്കായ അഭിഷേകിന് നമീബിയക്കെതിരെ കളിക്കാൻ സാധിച്ചിരുന്നില്ല. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയ അഭിഷേക് പാകിസ്ഥാനെതിരെയും റണ്ണൊന്നും എടുക്കാതെയാണ് മടങ്ങിയത്. 4 പന്ത് നേരിട്ടാണ് അഭിഷേക് ഡക്കിന് മടങ്ങിയത്. ഇത്തവണത്തെ T20 ലോകകപ്പിൽ അഭിഷേകിന്റെ ബാറ്റിംഗ് വെടിക്കെട്ടാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ കളിച്ച 2 മത്സരത്തിലും ഡക്കായി താരം നിരാശപ്പെടുത്തുകയാണ് കണ്ടത്. സൂപ്പർ 8ലേക്ക് എത്തുമ്പോൾ അഭിഷേകിന്റെ ഫോമാണ് ഇന്ത്യക്ക് മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ഇപ്പോൾ സഞ്ജു സാംസണെ പ്ലേയിങ് 11-ൽ നിന്ന് മാറ്റിയാണ് അഭിഷേകിനെ പ്ലേയിങ് 11-ലേക്ക് തിരികെ കൊണ്ടുവന്നത്. കഴിഞ്ഞ മത്സരത്തെ അപേക്ഷിച്ച് ഇത് തിരിച്ചടിയായി മാറുന്നതാണ് കാണാനും സാധിക്കുന്നത്. നമീബിയക്കെതിരെ സഞ്ജു 8 പന്തിൽ 22 റൺസ് നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ ഇന്നിംഗ്സിൽ ഇപ്പോൾ നേരിയ പ്രതീക്ഷയുണ്ട്. അടുത്ത മത്സരങ്ങളിലും അഭിഷേക് ഫോം ഔട്ട് ആവുകയാണെങ്കിൽ അടുത്ത ഓപ്ഷനായി ഒരുപക്ഷെ സഞ്ജുവിനെ കൊണ്ടുവരുമോ എന്നാണ് കണ്ടറിയേണ്ടത്. മറ്റൊരു പരമ്പര പോലെയല്ല ലോകകപ്പ് ടൂർണമെന്റ്. അഭിഷേകിന് അവസരം നൽകുവാനും അതുപോലെ തന്നെ പരീക്ഷണങ്ങൾ നടത്താനും പരിമിതികളുണ്ട് ടീം ഇന്ത്യക്ക്. അങ്ങനെ വന്നാൽ വീണ്ടും സഞ്ജു ഇന്ത്യക്കായി പാഡ് കെട്ടിയേക്കും. അഭിഷേക് ശർമ്മയുടെ സമീപകാല പ്രകടനങ്ങളെല്ലാം മോശമാണ് എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. T20 ലോകകപ്പിന് മുൻപ് തന്നെ അഭിഷേക് ഫോം ഔട്ടിലേക്ക് കടന്നിരുന്നു. ലോകകപ്പിൽ ഒരു ഗംഭീര തിരിച്ചുവരവ് പ്രതീക്ഷിച്ചുവെങ്കിലും 2 മത്സരങ്ങളിലും അഭിഷേക് നിറം മങ്ങുന്നതും കാണാൻ സാധിച്ചു. ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങൾ ഇന്ത്യ പിന്നിടുമ്പോൾ അഭിഷേകിന്റെ സമ്പാദ്യം 0 റൺസാണ്. T20 ലോകകപ്പിൽ 2 തവണ ഡക്കാവുന്ന ഓപ്പണർമാരുടെ പട്ടികയിലേക്ക് അഭിഷേകും ഇങ്ങനെ കടന്നിരിക്കുകയാണ്. ഇതിനു മുമ്പ് വിരാട് കോഹ്ലിയും ഗൗതം ഗംഭീറും 2 തവണ വീതം ഡക്കായിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. എന്നാൽ അരങ്ങേറ്റ T20 ലോകകപ്പിൽ കളിക്കുന്ന ആദ്യ 2 മത്സരത്തിലും ഡക്കാവുന്ന ആദ്യത്തെ ഇന്ത്യൻ ഓപ്പണർ എന്ന നാണക്കേടാണ് അഭിഷേകിനെ തേടി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അവസാന 6 ഇന്നിംഗ്സിൽ 4 ഡക്കുകളാണ് അഭിഷേക് നേരിടേണ്ടി വന്നത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ച വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. എന്തായാലും പാകിസ്ഥാൻ ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിനെ സ്പിന്നിലൂടെ പിടിച്ചുകെട്ടാൻ ശ്രമിച്ചത് ഏറെക്കുറെ ഫലം കണ്ടുവെന്ന് പറയാം. പേസർമാർക്കെതിരെ അഭിഷേകിന്റെ മുൻതൂക്കം തിരിച്ചറിഞ്ഞ് തന്ത്രം മെനഞ്ഞ പാകിസ്ഥാന്റെ ലക്ഷ്യം തെറ്റിയില്ല. 18-ാം തീയതി നെതർലാൻഡ്സിനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. ഈ കളി അഭിഷേക് ശർമ്മയ്ക്കും അതുപോലെ തന്നെ സഞ്ജു സാംസണും ഒരുപോലെ നിർണായകമാകുന്ന മത്സരമാകും.